2011 ജൂലൈ 22-നാണ് മോഹൻലാലിന്റെ കൊച്ചി തേവരയിലുള്ള വസതിയിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. ഈ പരിശോധനയ്ക്കിടയിലാണ് 4 ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ലൈസൻസോ ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ ആനക്കൊമ്പ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ആദായ നികുതി വകുപ്പ് വിവരം അറിയിച്ചതിനെ തുടർന്ന് 2012 കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മോഹൻലാലിനെ 1-ാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. മോഹൻലാലിന് പുറമെ തൃശൂർ സ്വദേശികളായ കെ കൃഷ്ണകുമാർ, PN കൃഷ്ണകുമാർ, ചെന്നൈ സ്വദേശി രാധാകൃഷ്ണൻ എന്നിവരും കേസിൽ പ്രതികളായിരുന്നു. തുടക്കം മുതൽ മോഹൻലാൽ ഈ കേസിൽ ഉന്നയിച്ച പ്രധാന വാദങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. താൻ ഈ ആനക്കൊമ്പുകൾ കാശ് കൊടുത്തു വാങ്ങിയതല്ലെന്നും മറ്റു പ്രതികളായ കൃഷ്ണകുമാറും രാധാകൃഷ്ണനും തനിക്ക് സമ്മാനമായി തന്നതാണെന്നുമായിരുന്നു പ്രധാന വാദം. ഇവ മുൻപ് വേട്ടയാടി എടുത്തതല്ലെന്നും നിയമപരമായി കൈവശം വെച്ചിരുന്ന കുടുംബങ്ങളിൽ നിന്ന് കൈമാറി വന്നതാണെന്നും അദ്ദേഹം വാദിച്ചു. കേസ് വിവാദമായതോടെ ആനക്കൊമ്പുകൾ തന്റെ കൈവശം സൂക്ഷിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സർക്കാരിനെ സമീപിച്ചു. ഈ കേസിൽ മോഹൻലാലിന് ഏറ്റവും വലിയ തുണയായത് മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകളുടെ നിലപാടായിരുന്നു. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മോഹൻലാലിന് ആനക്കൊമ്പുകൾ കൈവശം വെക്കാൻ വനം വകുപ്പ് പ്രത്യേക ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് മുൻകാല പ്രാബല്യത്തോടെ അനുവദിച്ചു. വന്യജീവി സംരക്ഷണ നിയമത്തിലെ ചില ലൂപ്പ് ഹോളുകളും കേന്ദ്ര സർക്കാർ നൽകിയ പൊതുവായ ചില ഇളവുകളും ഇതിനായി ഉപയോഗപ്പെടുത്തി. 2020 LDF സർക്കാരിന്റെ കാലത്ത് പൊതു താൽപര്യം മുൻനിർത്തി മോഹൻലാലിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ സർക്കാർ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. മോഹൻലാൽ പ്രശസ്തനായ നടനാണെന്നും കേസ് തുടരുന്നത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നുമുള്ളതായിരുന്നു സർക്കാരിന്റെ വാദങ്ങളിലൊന്ന്. സർക്കാർ മോഹൻലാലിനെ സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ സാമൂഹിക പ്രവർത്തകരായ AL ഷാജി, പൗലോസ് എന്നിവർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. കേസ് പിൻവലിക്കാനുള്ള സർക്കാരിന്റെ അപേക്ഷ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി ആദ്യം തള്ളി. നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നും പ്രശസ്തി കേസ് പിൻവലിക്കാനുള്ള മാനദണ്ഡമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇതിനെതിരെ മോഹൻലാലും സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചു. നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കേസ് പിൻവലിക്കാനുള്ള അപേക്ഷ വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതിയോട് നിർദ്ദേശിച്ചു. പണമുള്ളവനും സ്വാധീനമുള്ളവനും നിയമം വഴിമാറുന്നു എന്ന തരത്തിൽ കടുത്ത മാധ്യമ വിമർശനങ്ങളും ലേഖനങ്ങളും ഈ കാലയളവിൽ പുറത്തു വന്നു. സാധാരണക്കാരൻ വന്യജീവി അവശിഷ്ടങ്ങൾ കൈവശം വെച്ചാൽ ജയിലിലാകുന്ന നാട്ടിൽ വിവേചനം കാണിക്കുന്നു എന്നതായിരുന്നു പ്രധാന ആക്ഷേപം. വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ 2023 ഡിസംബറിൽ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി മോഹൻലാലിനെ ആനക്കൊമ്പ് കേസിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി. മോഹൻലാലിന് വനം വകുപ്പ് നിയമപരമായി ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും അതിനാൽ അദ്ദേഹത്തിന്റെ പക്കൽ ആനക്കൊമ്പ് ഇരിക്കുന്നത് നിയമവിരുദ്ധമായി കാണാൻ കഴിയില്ലെന്നും കോടതി വിലയിരുത്തി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നൽകിയ സർട്ടിഫിക്കറ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ ആനക്കൊമ്പ് കൈവശം വെച്ച നടപടി നിയമവിധേയമാക്കിയ സർക്കാർ ഉത്തരവ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹൈക്കോടതി റദ്ദാക്കി. എറണാകുളം സ്വദേശി A പൗലോസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി വന്നത്. വനം വകുപ്പിന്റെ നടപടി നിയമപരമായി നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി പുതിയ വിജ്ഞാപനം ഇറക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശവും നൽകി. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മോഹൻലാലിന്റെ കൈവശം ആനക്കൊമ്പ് എത്തിയത് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ അല്ലെന്നാണ് വനം വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചത്. യഥാർത്ഥ ഉറവിടം ശരിയെന്ന് കണ്ടെത്തിയതിനാലാണ് 4 ആനക്കൊമ്പുകൾ കൈവശം വെക്കുന്നത് നിയമവിധേയമാക്കിയതെന്നാണ് വനം വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ ആനക്കൊമ്പ് നിയമവിധേയമാക്കിയ സർക്കാർ നടപടികളിൽ വീഴ്ചയുണ്ടായെന്ന് കോടതി നിരീക്ഷിച്ചു. 2015 സർക്കാർ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് പിഴവെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ വനം വകുപ്പിന് തന്റെ കൈവശമുള്ള ആനക്കൊമ്പിന്റെ വിവരങ്ങൾ കൈമാറി. വനം വകുപ്പ് പ്രഖ്യാപിച്ച ഒറ്റത്തവണ പൊതുമാപ്പ് സംവിധാനം ഉപയോഗിച്ചാണ് നടപടി. മാർച്ചിൽ മലയാറ്റൂർ DFOയ്ക്ക് നൽകിയ അപേക്ഷയിൽ നടപടി തുടങ്ങുകയും ചെയ്തു. 2 ജോഡി ആനക്കൊമ്പുകളും 13 കരകൗശല വസ്തുക്കളുമാണ് മോഹൻലാലിന്റെ കൈവശമുള്ളത്. വനം വകുപ്പിന്റെ ഈ പൊതുമാപ്പിൽ കേസിൽ നിന്ന് തലയൂരാനും സാധിക്കും.